നമസ്കാരം. മകയിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ ഔദ്യോഗികമായിട്ടുള്ള മേഖലകളോട് ബന്ധപ്പെട്ട് കഴിഞ്ഞ 6-7 മാസമായിട്ട് ഏറ്റെടുത്ത ദൗത്യങ്ങളെല്ലാം തന്നെ സ്വല്പം കൂടുതൽ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. ഒരുപക്ഷെ ആഴ്ചയിലൊരിക്കൽ ഗൃഹത്തിൽ പോകുവാൻ തക്കവണ്ണമുള്ള സാഹചര്യങ്ങളെല്ലാം കുറയും. മിക്ക ശനി ഞായർ എന്നീ ദിവസങ്ങളിലൊക്കെ തന്നെ 1-2 മണിക്കൂർ ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ, ഇങ്ങനെ ധാരാളം ബുദ്ധിമുട്ടുന്നതിൻ്റെ പ്രയത്നത്തിൻ്റെ വെളിച്ചത്തിൻ്റെ ഫലമായിട്ട് ഉടമസ്ഥരിൽ നിന്നും വളരെ കൃത്യമായ രീതിയിൽ ഒരു ദീർഘകാല പദ്ധതി ഏറ്റെടുക്കാൻ തക്കവണ്ണം മറ്റൊരു വിഭാഗത്തിൻ്റെ ചുമതലകൾ വന്നു ചേരുവാനിടയുണ്ട്. ഇതിൻ്റെ വെളിച്ചത്തിൽ ജോലി സ്ഥലത്ത്, അതായത് കുടുംബങ്ങൾ ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം വീട്, എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളോടുകൂടിയതായുള്ള വീടോടുകൂടി ഇങ്ങനെയുള്ള അവസരത്തെ സ്വീകരിക്കാൻ അവസരം വന്നു ചേരും. പലപ്പോഴും വിദേശത്ത് താമസിക്കുന്ന പലർക്കും ദുസ്സൂചനകൾ ലഭിച്ചതിനാൽ സ്ഥിരം താമസിക്കുവാനുള്ള ഒരു അനുമതി ലഭിക്കുകയില്ല എന്ന ധാരണയോടുകൂടി തന്നെ മറ്റ് വികസിത രാഷ്ട്രത്തിലേക്ക് ജോലിക്ക് അപേക്ഷിക്കുവാനോ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ഈ വർഷം കാർഷികമായിട്ടുള്ള മേഖലകളിൽ സ്വല്പം നാശനഷ്ടങ്ങൾ സംഭവിക്കുവാനുണ്ട് ധാരണയുണ്ട് എന്നൊരു മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇൻഷുറൻസ് പരിരക്ഷകളെല്ലാം അനുവർത്തിക്കുവാനും അതിന് തക്കവണ്ണം വേണ്ടതായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാൻ ഇടയുണ്ട്. മേലധികാരികളുടെ ആജ്ഞകൾ അർദ്ധമനസ്സോടുകൂടിയാണെങ്കിൽ പോലും ദീർഘകാലത്തേക്ക് സ്വന്തം നിലയിൽ അതിൽ നേട്ടമുണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ജോലിയോടൊപ്പം ഉപരിപഠനത്തിന് അവസരങ്ങൾ വന്നു ചേരുന്നത് ഗുണകരമായി തീരും. മറ്റു ചിലർക്ക് ലാഭശതമാന വ്യവസ്ഥകളോടുകൂടി പ്രയത്നിക്കാനും പ്രവർത്തിക്കാനും അവസരം വന്നു ചേരും. പുതിയ സ്നേഹബന്ധങ്ങൾ ഉടലെടുക്കുവാനും ഒരുപക്ഷെ അവരുടെ കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട ആശയവിനിമയങ്ങൾ നടത്തുന്നതിൻ്റെ വെളിച്ചത്തിൽ പുതിയതായുള്ള പദ്ധതികൾ സ്ഥാപനത്തിന് അല്ലെങ്കിൽ കർമ്മമണ്ഡലങ്ങൾക്ക് അവലംബിക്കാൻ അവസരം വന്നു ചേരും. ഇതിൻ്റെ വെളിച്ചത്തിൽ ചില കാര്യങ്ങളിലെല്ലാം തന്നെ സഹിഷ്ണുതയും ക്ഷമയും ആർജിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾക്ക് ഏപ്രിൽ-മെയ് മാസത്തിലേ ഉണ്ടാവുകയുള്ളൂ. എന്നിരുന്നാൽ പോലും സഹപ്രവർത്തകരോ സ്നേഹിതരോ ബന്ധുമിത്രാദികളോ വിഭാവനം ചെയ്യുന്ന ആ ഒരു പുണ്യതീർത്ഥ ഉല്ലാസ യാത്രകൾക്ക് പങ്കുചേരുവാൻ തീരുമാനിക്കുവാനും പ്രാഥമിക മാസമായിട്ട് പണം അടയ്ക്കുവാനും സാധ്യതയുണ്ട്. കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന പദ്ധതികളിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കും. സഹപാഠികൾക്കും വിജയശതമാനം വർദ്ധിക്കുന്നത് വഴി സഹപാഠികളോടൊപ്പം ഉദ്ദേശിച്ച വിഷയത്തിൽ തന്നെ ഉപരിപഠനത്തിന് അവസരങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. അമിത ആഹ്ലാദം, അമിത വേഗതയുള്ള വാഹന ഉപയോഗം എന്നിവ വളരെയധികം നിയന്ത്രിക്കേണ്ടതാണ്. ബന്ധുമിത്രാദികളുടെ ഗൃഹപ്രവേശന കർമ്മം മംഗളകരമാക്കി തീർക്കുവാൻ ഒരുപക്ഷെ അതിൻ്റെ ഒരു നേതൃത്വം നൽകുവാൻ അവസരം വന്നു ചേരുവാനിടയുണ്ട്. സാധു കുടുംബത്തിലെ കുട്ടികൾക്ക് ഉപരിപഠനത്തിന് വേണ്ടി സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യുവാൻ അവസരം വന്നു ചേരും. ആത്മീയ പ്രഭാഷണങ്ങൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കുവാനിടയുണ്ട്. വിവേചന ബുദ്ധിയോടുകൂടിയതായുള്ള സമീപനം ഭാവിയിലേക്ക് വളരെയധികം ഗുണകരമായുള്ള സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കും. തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട് പ്രാദേശിക പിന്തുണ ലഭിച്ചതിനാൽ പ്രാദേശികമായിട്ടുള്ളവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടും വിപുലമായിട്ടുള്ള പദ്ധതികളൊക്കെ വിഭാവനം ചെയ്യുവാനും ഒരുപക്ഷെ അത് അവലംബിക്കുവാനും പ്രാവർത്തികമാക്കുവാനും 6-7 മാസം താമസം വന്നു ചേരും. എന്നിരുന്നാൽ പോലും എല്ലാവർക്കും ഗുണകരമായിട്ടുള്ള രീതിയിൽ ദീർഘകാല പദ്ധതികൾക്ക് രൂപകൽപ്പന ചെയ്യുവാൻ അവസരം വന്നു ചേരും. പലപ്പോഴും ജീവിത പങ്കാളിയുടെ ദീർഘവീക്ഷണത്തോടുകൂടി ആശയങ്ങൾ അവലംബിക്കുന്നത് സ്വല്പം ആശങ്കയോടുകൂടിയാണെങ്കിൽ പോലും അത് ഗുണകരമായി തീരുവാൻ തന്നെയാണ് യോഗമുള്ളത്. ഔചിത്യമുള്ള സമീപന ശൈലി സർവാദരങ്ങൾക്കും വഴിയൊരുക്കും. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും വളരെ അനുകൂലമായുള്ള അവസരങ്ങളും അംഗീകാരവും ലഭിക്കുവാനിടയുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് കഴിഞ്ഞ 6-7 മാസമായിട്ട് അനുവർത്തിച്ചു വരുന്ന പുതിയ പ്രചരണ രീതികളിലെല്ലാം തന്നെ
ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ ഇനി അടുത്തൊരു ഘട്ടം എന്ന നിലയിൽ പുതിയതായുള്ള ആവിഷ്കരണ ശൈലി അവലംബിക്കുവാനും ഇടയുണ്ട്. സമഗ്ര വീക്ഷണത്തോടുകൂടിയതായുള്ള പദ്ധതികളായതുകൊണ്ട് അതാത് തസ്തികളിൽ പ്രാവീണ്യമുള്ളവരെ നിയമിച്ചുകൊണ്ട് വിപുലമാക്കുവാനുള്ള അവസരം ഉണ്ടാകുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. ദേഹത്തിന് തളർച്ച ഉണ്ടാകുമോ എന്ന ഉൾഭയത്താൽ വ്യായാമം, യോഗയൊക്കെ തന്നെ പരിശീലിക്കുവാനും ഭക്ഷണ ക്രമീകരണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. ഉത്തേജന മരുന്നുകൾ ഉപേക്ഷിച്ച് പ്രകൃതി ജീവന ഔഷധ രീതികൾ അവലംബിക്കുന്നത് വഴി വളരെയധികം മനസ്സിന് ആശ്വാസമേകുന്ന ഘടകങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. നീതിയുക്തമായുള്ള സമീപനം സർവ്വ ആചരണങ്ങൾക്കും വഴിയൊരുക്കും. പുതിയ ഗൃഹം വാങ്ങിക്കുന്നതിനെ പറ്റിയിട്ട് ആലോചിക്കുമെങ്കിൽ പോലും പലപ്പോഴും കണ്ടെത്തുന്ന ഗൃഹത്തിൽ വിചാരിച്ച പോലെ സൗകര്യങ്ങൾ വളരെ കുറവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പലതും ഒഴിവാക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ദീർഘവീക്ഷണത്തോടുകൂടി പുതിയ പദ്ധതികൾക്ക് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. സത്യാവസ്ഥ ബോധിപ്പിക്കുന്നത് വഴി മേലധികാരികളുടെ മിഥ്യാധാരണകളെല്ലാം ഒഴിവാകുവാനിടയുണ്ട്. ആർജിച്ച വിജ്ഞാനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗം കാണുന്നുണ്ട്. ബഹുവിധ ആവശ്യങ്ങൾക്കായിട്ട് 1-2 ദിവസം അവധിയെടുക്കുവാനും, എന്നാൽ അവധി ദിനങ്ങളിൽ പോലും ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യുക എന്ന ഒരു ആശയം കഴിഞ്ഞ 1.5 വർഷമായിട്ട് അനുവർത്തിക്കുന്നു. ഒരു പക്ഷത്തിന്റെ വെളിച്ചത്തിൽ ഇനിയും 1.5 വർഷത്തിന് ശേഷം ഒരു സ്ഥാപനത്തിന്റെ ഏറ്റവും ഉയർന്ന പദവിക്ക് അർഹമായിട്ടുള്ള വിധത്തിൽ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരുവാൻ പോലും മകയിര നക്ഷത്രക്കാർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ യോഗം കാണുന്നുണ്ട്. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ വ്യക്തമായിട്ടുള്ള നിർദ്ദേശവും ഉപദേശവും തേടിക്കൊണ്ട് കഴിഞ്ഞ 7-8 മാസമായിട്ട് പ്രവർത്തിക്കുന്ന പല കാര്യങ്ങളിലും ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി മാത്രമേ ഉള്ളൂ എന്ന ധാരണയോടുകൂടി തന്നെ ഇനിയും 5-6 മാസം കൂടി പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഒരുപക്ഷെ ഗൃഹത്തിൽ നിന്ന് വിട്ടു താമസിക്കാൻ ചിലർക്ക് സാഹചര്യം ഉണ്ടാവുക, മറ്റു ചിലർക്ക് കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ സാധിക്കാതെ വരിക, വേറെ ചിലർക്ക് ശനി ഞായർ എന്നീ ദിവസങ്ങളിലൊക്കെ തന്നെ ഒരു വിഹംഗവീക്ഷണത്തോടുകൂടി പ്രവർത്തിക്കുക, മറ്റു ചിലർക്ക് രാത്രിയിലും കുറച്ച് സമയം ജോലി ചെയ്യാൻ, ഇങ്ങനെ പല വിധത്തിലുള്ള ചുമതലകളും ബുദ്ധിമുട്ടുകളും അധികാരപരിധിയും വർദ്ധിച്ചുകൊണ്ട് ഉള്ള ഒരു പ്രവർത്തന രംഗം, കർമ്മമണ്ഡലങ്ങൾ അഥവാ ഉദ്യോഗം, ഇതെല്ലാം തന്നെ ഈ ഒരു 6-7 മാസത്തേക്ക് കൂടി വേണ്ടിവരും എന്ന ധാരണയോടുകൂടി തന്നെ പ്രവർത്തിക്കാൻ തീരുമാനിക്കുവാൻ ഇടയുണ്ട്. സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ പല വിധത്തിലുള്ള രേഖാപരമല്ലാത്ത ഇടപാടുകൾ വന്നു ചേരുവാനായിട്ട് വരുമെങ്കിൽ പോലും ശ്രദ്ധിക്കേണ്ടതാണ്, സൂക്ഷിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം നഷ്ടകഷ്ടങ്ങൾ സംഭവിക്കുവാനും സാധ്യതയുണ്ട്. ഉദ്യോഗത്തിന് സ്ഥാനക്കയറ്റം ലഭിക്കും. അനുബന്ധമായുള്ള വ്യാപാരം തുടങ്ങുന്നതിനെ പറ്റിയിട്ട് പല വിധത്തിലുള്ള ആശയങ്ങൾ വന്നു ചേരുമെങ്കിൽ പോലും മുതൽ മുടക്കിനനുസൃതമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള നേട്ടം നീക്കിയിരുപ്പ് കുറയും എന്ന ധാരണയോടുകൂടി തന്നെ തൽക്കാലത്തേക്ക് പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. കഫ നീർദോഷ രോഗപീഠകളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുകയും 1-2 ദിവസം അവധിയെടുത്തുകൊണ്ട് ഗൃഹത്തിൽ ഇരുന്നുകൊണ്ട് ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ജോലി ഉപേക്ഷിച്ച് പൂർണ്ണമായുള്ള രീതിയിൽ കർമ്മമണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ വ്യാപാരത്തിൽ പണം മുതൽ മുടക്കിയാലോ എന്ന ധാരണ പലപ്പോഴും ഉണ്ടാകുമെങ്കിൽ പോലും വിദഗ്ധമായുള്ള നിർദ്ദേശം തേടിക്കൊണ്ട് നിലവിൽ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യാപാരത്തിൽ പരാജയം ഉണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിരുപാധികം പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. പലപ്പോഴും പരിസരവാസികളുടെ അനുകൂലമായുള്ള സാഹചര്യങ്ങൾ അല്ലാത്തത് കൊണ്ട് മാറി താമസിക്കുവാൻ സാധിക്കും, അല്ലെങ്കിൽ അതിനുവേണ്ടി തയ്യാറെടുക്കുവാനിടയുണ്ട്. പുതിയ കരാർ ജോലിയിൽ ഒപ്പുവയ്ക്കുവാൻ സാധ്യത കാണുന്നു. സജീവ സാന്നിധ്യത്താൽ എല്ലാ വിധത്തിലുള്ള മാർഗതടസ്സങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിട വരും. അച്ഛന് പലപ്പോഴും അസുഖങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇനി മുതൽ മാതാപിതാക്കളെ ഒരുമിച്ച് താമസിപ്പിക്കുവാൻ തീരുമാനിക്കുവാനും അതിന് തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കുവാനും മറ്റു ചിലർക്ക് അതിന് തക്കവണ്ണം ഗൃഹം വാങ്ങിക്കുവാനും
സാധ്യതയുണ്ട്. ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുവാൻ സാധ്യത കാണുന്നു. കാർഷികമായിട്ടുള്ള മേഖലയിൽ നിന്നും അനുകൂലമായിട്ടുള്ള വിളവെടുപ്പ് വന്നു ചേരുവാനിടയുണ്ട്. പരീക്ഷ, ഇന്റർവ്യൂ, കലാകായിക മത്സരങ്ങൾ തുടങ്ങിയവയിൽ വിജയം കൈവരിക്കും. ഗഹനമായുള്ള വിഷയങ്ങൾ ലളിതമായിട്ട് അവതരിപ്പിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. പുനഃപരീക്ഷയിൽ വിജയശതമാനം വർദ്ധിക്കുന്നത് വഴി ഉപരിപഠനത്തിൽ ഉദ്ദേശിച്ച വിഷയത്തിൽ പ്രവേശനം ലഭിക്കും. വികസിത രാഷ്ട്രത്തിൽ എത്തിച്ചേർന്ന പലർക്കും ചിലർക്ക് സകുടുംബം സ്ഥിരതാമസമാക്കുവാനായിരിക്കാം അപേക്ഷകൾ നൽകി അനുകൂലമായിട്ട് അനുമതി ലഭിക്കുവാനും ഫെബ്രുവരി മാസത്തിൽ വിദേശത്ത് എത്തിച്ചേരും. എന്നാൽ തൃപ്തിയായിട്ടുള്ള ജോലി മെയ് മാസത്തിന് ശേഷമേ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ വികസിത രാഷ്ട്രത്തിൽ ഉപരിപഠനാർത്ഥം എത്തിച്ചേർന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മാസത്തിൽ തന്നെ കോഴ്സുകളൊക്കെ പൂർത്തീകരിക്കും. എന്നാൽ തൃപ്തിയായിട്ടുള്ള ജോലി മെയ് മാസത്തിന് ശേഷമേ ലഭിക്കാൻ സാധ്യതയുള്ളൂ. ഭക്ഷണ പദാർത്ഥങ്ങളിലുള്ള അപാകതകളെ കൊണ്ട് അസ്വാസ്ഥ്യം അനുഭവപ്പെടുവാനിടയുണ്ട്. വന്നു ചേരുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും. പലപ്പോഴും പക്വതയോടുകൂടിയതായിട്ടുള്ള സമീപനം സ്വയമേവ ആർജിക്കുവാനായിട്ട് തയ്യാറാകുവാനും അതിനുവേണ്ടി സ്വയം പരിശീലനം നേടുവാനും സാധ്യതയുണ്ട്. നിലവിലുള്ള അസുഖങ്ങൾക്ക് കഴിഞ്ഞ 1-2 വർഷമായിട്ട് പല വിധത്തിലുള്ള ചികിത്സാ രീതികളും അവലംബിക്കുകയും എന്നാൽ ഇതരമായിട്ടുള്ള ചികിത്സാ രീതി ഹോമിയോ, ആയുർവേദം, പ്രകൃതി ചികിത്സ എന്നിവ തുടങ്ങി വയ്ക്കുവാനും അതിനോടൊപ്പം തന്നെ ഭക്ഷണ ക്രമീകരണങ്ങൾ, വ്യായാമത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് യോഗ പരിശീലനത്തിന് തുടക്കം കുറിക്കുവാനും അവസരം വന്നു ചേരും. സജീവ സാന്നിധ്യത്താൽ സർവകാര്യ വിജയം നേടുവാൻ അവസരമുണ്ടാകും. പുതിയ സ്നേഹബന്ധം ഉടലെടുക്കുവാൻ സാധ്യത കാണുന്നു. സഹപാഠികളുടെ ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അവരെ പഠിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരും. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കുന്നത് വഴി 2026, 2027 എന്നീ വർഷങ്ങളിൽ പൂർത്തീകരിക്കുന്ന ചില പദ്ധതികൾ പണം കൂടുതൽ മുതൽ മുടക്കേണ്ടതായ സാഹചര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ പോലും അതിനൊരു പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം അഥവാ ഭരണ സംവിധാനം അവലംബിച്ചുകൊണ്ട് അതിന് തക്കവണ്ണമുള്ള അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. ഗഹനമായുള്ള വിഷയങ്ങൾ ലളിതമായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കും. വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പത്രം ലഭിക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. പലപ്പോഴും പല കാര്യങ്ങളിലും മറവി സംഭവിക്കുമോ എന്ന ധാരണയോടുകൂടി തന്നെ എല്ലാം എഴുതി വെച്ചും കൊണ്ടും മനനം ചെയ്തും കൊണ്ടും ഉള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുവാനും ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാനും സാധിക്കുന്നതാണ്. ഇതാണ് തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ഫെബ്രുവരി മാസത്തിലെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങൾ. നമസ്കാരം.